കഴിഞ്ഞൊരു ദിവസം റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോഴത്തേക്ക് നമുക്ക് അരി, പച്ചരി, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പാക്കറ്റ് മാവ് കിട്ടിയിട്ടുണ്ട്. അതിലൊരു പാക്കറ്റ് മാവ് ഞാനെടുത്ത് പൊട്ടിച്ച് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിലിട്ട് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ചാക്കിനകത്ത് തന്നെ വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഈ പുറത്തെടുത്ത്. ഒരു പാക്കറ്റ് മാവ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാപ്പിക്ക് വേണ്ടിയിട്ട് ഒരു നാഴി റേഷനരിയാണ് എടുക്കുന്നത്. ഒരു നാഴി റേഷനരി എടുത്തിട്ട് വെള്ളത്തിൽ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ് ഞാൻ വെള്ളത്തിലിടുന്നത്. എന്നിട്ട് ഒരു വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ഇതിന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഇടുന്നുണ്ട്. നല്ല അരിയാണ് നമുക്ക് കിട്ടിയത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കറുത്ത വണ്ട, കറുത്ത അരി, നെല്ല് അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ടുള്ള അരി തന്നെ കിട്ടിയത്. അപ്പോൾ നല്ല കണക്ക് വെള്ളത്തിയിട്ട് കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി ഒന്ന് വെള്ളമൊന്ന് ചരിച്ച് കളഞ്ഞതിന് ശേഷം കൈ കൊണ്ട് നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണോ അരിച്ചെടുക്കുന്നത് അതേമാതിരി തന്നെയാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് കണക്ക് എത്ര പേര് അരിച്ചെടുത്തിട്ടുണ്ട്, ഇങ്ങനെ അരിച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് കണക്ക് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള മണ്ണ്, ചെറിയ മണലൊക്കെ കാണുമല്ലോ, വെള്ളക്കല്ലൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് പോകും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺചട്ടിയിൽ, അലുമിനിയം പാത്രങ്ങളിലൊക്കെ നമ്മൾ അരിച്ചെടുത്താലാണ് ഇതിൻ്റെ മണ്ണ് അടിഭാഗത്ത് പിടിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നല്ലത് മൺചട്ടിയിൽ അരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞ റേഷനരി കിട്ടുമ്പോഴത്തേക്ക് ഇതേ കണക്കൊന്ന് അരിച്ചെടുക്കാനായിട്ട് നോക്കുക. കൈ കൊണ്ട് നമ്മൾ വാരി എടുക്കരുത്. കൈ കൊണ്ട് വാരി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തായാലും അതിൻ്റെ മണ്ണ് കാണും. ഇനി കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് നേരത്തെ വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് മാറ്റി വെക്കാനായിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കുന്നുണ്ട്. കയ്യിലോട്ട് ഇതേ കണക്ക് അരിച്ചൊഴിക്കുമ്പോഴത്തേക്ക് അതിലുള്ള അരി മാത്രം ഇങ്ങ് വരും. കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോഴെന്തായാലും റേഷനരി കിട്ടുമ്പോഴത്തേക്ക് ഇത് കണക്ക് അരിച്ചെടുക്കാനായിട്ട് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വിലയരി ഉണ്ടല്ലോ, അതിലങ്ങനെ മണ്ണോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ ഇത് കണക്കൊന്ന് അരിച്ച് നോക്കണം. അപ്പോഴത്തേക്ക് മണ്ണുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ, അതും ഇതേ കണക്ക് തന്നെ അരിച്ചെടുക്കണേ. അപ്പോൾ അരി നല്ലതുപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ കുറച്ച് മണൽ പോലെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നോക്കിയത്. ഇതിനിപ്പോൾ തോരാനായിട്ട് വെച്ചതിന് ശേഷം പോയിട്ട് കല്ല് കഴുകി ഇടുന്നുണ്ട്. കല്ല് കഴുകുന്നതിൻ്റെ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഞാൻ അങ്ങനെ എടുക്കാതിരുന്നത്. ഇതിനിപ്പോൾ കല്ലിൽ അരച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് വെള്ളം ചെറുതായിട്ട് കൈവെള്ളം മാത്രമേ കുടഞ്ഞു കൊടുക്കാവൂ. അല്ലാതെ നിന്ന് വെള്ളം കോരി ഒഴിക്കുകയൊന്നും ചെയ്യല്. പിന്നെ അരമുറി തേങ്ങയും കുറച്ച് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കല്ലിൽ അരച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്ലിൽ അരച്ച കൊഴുക്കട്ടയുടെ ഒരു വീഡിയോ ചെയ്യണേന്ന്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയോ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയോ വെച്ചിട്ട് ഇത് കണക്ക് കല്ലിൽ അരച്ച കൊഴുക്കട്ട ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന റേഷനരിയുടെ അത്രയും ഒരു ടേസ്റ്റോ നമ്മൾ ആ വിചാരിക്കുന്ന ഒരു പരുവത്തിന് അരച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് നമുക്ക് ഇത് കണക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനും ഇലയപ്പം ഉണ്ടാക്കാനും അട ഉണ്ടാക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും കല്ലുള്ളവർ എന്തായാലും ഇത് കണക്കൊന്ന് അരച്ച് നോക്കുക. അപ്പോൾ നല്ല പരുവത്തിന് തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ലൂസായിട്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതേ പരുവത്തിന് തന്നെയാണ് ബാക്കിയിരിക്കുന്ന അരിയും കൂടെ ഞാൻ ഇത് കണക്ക് അരച്ചെടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ ഉള്ളു കേട്ടോ. 3 തവണയായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ചെറുതായിട്ട് കൈവെള്ളം കുടഞ്ഞിട്ട് വേണം അരച്ചെടുക്കാനായിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ നമുക്ക് ഇതേ കണക്ക് കല്ലിൽ അരച്ചിട്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുകല്ലുണ്ടല്ലോ, അരകല്ല്, ഇതെല്ലാം മറ്റേ നമ്മൾ അരി ആട്ടുന്ന ഒരു കല്ലുണ്ടല്ലോ, അതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് കണക്കൊക്കെ പിന്നെ കാപ്പിക്ക് വേണ്ടിയിട്ട് അരച്ച് ഇത് കണക്ക് ഉണ്ടാക്കിയൊക്കെ തന്നിട്ടുണ്ട്. കൊഴുക്കട്ട ഉണ്ടാക്കാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ അരകല്ലുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇത് കണക്ക് തന്നെ അരച്ച് ഇത് കണക്ക് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അന്ന് എനിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നെങ്കിലും എനിക്ക് ഇത് കണക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പോഴാണ് എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു മെസ്സേജ് വന്നത് കല്ലിലരച്ച കൊഴുക്കട്ട പണ്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണേന്ന്. പിന്നെ നമ്മൾ നേരത്തെ അരച്ചുകൊണ്ടിരുന്ന അരിയെല്ലാം അരച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ അരച്ച് ലാസ്റ്റത്താണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് മാറ്റി വെക്കാനായിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് ജീരകവും തേങ്ങയും കൂടെ ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് അരച്ചെടുക്കുന്നില്ല. അപ്പോൾ നല്ല പരുവത്തിന് തന്നെ നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. 3 ബോളായിട്ട് തന്നെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ തേങ്ങാപ്പാലൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന അരി നന്നായിട്ട് കഴുകി കുതിർത്ത് ഇത് കണക്ക് അരച്ചെടുത്തതിന് ശേഷം തേങ്ങയും ജീരകവും കൂടെ കല്ലിൽ വെച്ച് ഇത് കണക്ക് തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. അരച്ചിട്ട് ഇത് കണക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിട്ട് നാളെ രാവിലെ നമ്മൾ എടുക്കത്തുള്ളൂ. നാളെ രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലിനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുകയാണല്ലോ മാവ്, അപ്പോൾ അതും കൂടെ ഇതിനകത്ത് വെച്ചിട്ട് ഒന്നും കൂടെ അരച്ചുരുട്ടി എടുക്കുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചേരുവ തേങ്ങാപ്പാലിൻ്റെയും തേങ്ങയുടെയും ആ ജീരകവും അതൊക്കെ ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കണക്ക് അരച്ചുരുട്ടി എടുക്കുന്നത്. ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അരച്ച് ഒന്ന് ഉരുട്ടി മാറ്റി വെക്കാനായിട്ടുണ്ടല്ലോ. തേങ്ങയും ജീരകവും
നമ്മളെ ഈ മാവൊക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ചേരുവയെല്ലാം പിടിച്ചതിന് ശേഷം സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അതിൽ ഞാൻ ഉപ്പുനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഉപ്പുനീര്, പൊടിയുപ്പ് ഇതൊന്നും ചേർക്കാതിരുന്നത്. ഇത് കണക്ക് അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഉപ്പുനീര്, പൊടിയുപ്പ് ഇതൊന്നും ഇപ്പോഴും ചേർത്ത് കൊടുക്കല്ലേ കേട്ടോ. അരച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കല്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ചുരുട്ടി നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കുമല്ലോ, ആ ഒരു സമയത്ത് ചെറുതായിട്ട് കൈവെള്ളം, അതായത് നമ്മൾ കൈവെള്ളം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുടഞ്ഞെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ ഉപ്പുനീര് ചെറിയ രീതിയിലൊന്ന് കുടഞ്ഞു കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉപ്പുനീരൊക്കെ നല്ല രീതിക്ക് തന്നെ പിടിക്കും. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അരച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് കല്ലുപ്പോ പൊടിയുപ്പോ ഒന്നും ഇതിൽ വെച്ചരയ്ക്കാനായിട്ട് നോക്കരുത്. ഇതിപ്പോൾ നല്ല പരുവത്തിൽ തന്നെ അരച്ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ അറിയാമല്ലോ നല്ല പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കണക്ക് എന്തായാലും അരച്ചെടുക്കാനായിട്ട് നോക്കുക. ഇതിനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. കല്ല് കഴുകിയിട്ട് ഇതിൻ്റെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, നമ്മൾ അരച്ചെടുത്തതിൻ്റെ ഈ വെള്ളം കംപ്ലീറ്റ് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ഞാൻ ഈ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം, തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വേവിച്ചെടുക്കുന്നത് മൺചട്ടിയിലാണ് വെച്ചെടുക്കുന്നത്. മൺചട്ടി ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ. അലുമിനിയം പാത്രങ്ങൾ ഒരുപാട് പേര് പറഞ്ഞ് യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അലുമിനിയം പാത്രങ്ങളിൽ അങ്ങനെ വേവിക്കാറില്ല. മൺചട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മൺകലത്തിലാണ് ചോറ് വെക്കുന്നത്. പിന്നെ നമ്മൾ കല്ലിൽ നിന്ന് കഴുകി എടുത്തതിൻ്റെ വെള്ളമൊക്കെ ഇനി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ തൊത്തുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. മാവ് അരച്ചെടുത്തിട്ട് കല്ല് കഴുകി അതിൻ്റെ ആ ഒരു വെള്ളം ഇനി എടുത്തതിന് ശേഷം പിന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ കല്ലൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ ഉപ്പുനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈവെള്ളം കുടഞ്ഞു കൊടുക്കുകയോ ചെയ്യാവോ, നേരിട്ട് ഒഴിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇത് കണക്ക് നല്ല രീതിക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തന്നെ ഉപ്പുനീര് പിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കല്ല് കഴുകി എടുത്തതിൻ്റെ ആ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പുനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവിൽ നമ്മൾ ചേർത്ത കണക്ക് തന്നെ വെള്ളത്തിലും കുറച്ച് ഉപ്പുനീര് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. വേറെ കുറച്ച് വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പുനീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊരു പൊടി, ജീരകത്തിൻ്റെ ഒരു പൊടിയാണ് കാണുന്നത് കേട്ടോ, അല്ലാതെ വേറെ പൊടിയൊന്നും അല്ല. ഇതിലിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ചൂടുവെള്ളമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം, പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. അടുപ്പിൽ ഞാൻ ഒരു കലം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നാണ് കുറച്ച് വെള്ളം എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വെള്ളം നല്ല രീതിക്ക് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ മാവ് ഉരുട്ടി ഇടുന്നത്. അല്ലാതെ വെള്ളം വെച്ച് കുറച്ച് സമയം വെള്ളം തിളയ്ക്കാതെ എന്തായാലും മാവിട്ട് കൊടുക്കല്. പച്ചവെള്ളത്തിൽ നമ്മൾ മാവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അങ്ങ് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എടുത്ത് പറഞ്ഞത്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം മാവ് ഇത് കണക്ക് ഉരുട്ടിയിട്ട് കൊടുക്കാനായിട്ട് നോക്കണം. മാവ് ഉരുട്ടി തീർന്നതിന് ശേഷം ഒരു കൊഴുക്കട്ടയ്ക്കുള്ള മാവ് ഞാൻ മാറ്റുന്നുണ്ട്. മാറ്റുന്ന വേറൊന്നും അല്ല, ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കുഴമ്പ് പരുവത്തിന് ലാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഗോതമ്പ് മാവാണെങ്കിൽ അരിപ്പൊടി ആണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അരിപ്പൊടി, ഗോതമ്പ് പൊടി അങ്ങനെയുള്ള മാവുകളൊക്കെ എടുത്തിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുമല്ലോ, ആ ഒരു സമയത്ത് ഒരു കൊഴുക്കട്ടയ്ക്കുള്ള മാവ് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കണക്ക് നല്ലതുപോലെ തന്നെ ഞവടി ചേർത്തതിന് ശേഷം കൊഴുക്കട്ടയിലോട്ട് ചേർത്ത് കൊടുക്കണം. കൊടുത്തിട്ട് നമ്മൾ ഒത്തിരി കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് മാവൊന്നും ഞാൻ കളയുന്നില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ തുറന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏതാണ്ട് നല്ലതുപോലെ തന്നെ ഇരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാവിലെയല്ലേ നമ്മൾ എടുക്കുള്ളൂ, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ തലേ ദിവസം തന്നെ ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയിടുന്നത്. നല്ല കണക്ക് തന്നെ തിള വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചെറിയ ഒരു തവി കൊണ്ടോ അങ്ങനെ ഒന്നും ഞാൻ ഇളക്കി കൊടുക്കുന്നില്ല, ഇളക്കാറായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ അടച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട്. ഇളക്കുന്ന വേറൊന്നുമല്ല, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത്. ഇവിടെ നല്ല പരുവത്തിന്. അപ്പോൾ പച്ചവെള്ളത്തിലായിരുന്നെങ്കിൽ എപ്പോഴും ഇത് അലിഞ്ഞു പോകുമായിരുന്നു. ചൂടുവെള്ളം നല്ല തിളച്ചതിന് ശേഷം ഇട്ടതിനെ കൊണ്ടാണ് ഇത് കണക്ക് നല്ല പരുവത്തിന് തന്നെ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ നല്ലൊരു കുഴമ്പ് പരുവം, നല്ല കട്ടി പരുവം കിട്ടുമല്ലോ, ആ ഒരു പരുവത്തിനാണ് ഞാൻ ഇറക്കി മാറ്റി വെക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം കൂടെ വറ്റിയിട്ട് നല്ല കുഴമ്പ് പരുവത്തിനൊക്കെ ആയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ വെച്ച് ഇനി ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നല്ലതുപോലെ വെന്ത് നല്ല പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇറക്കി വെക്കുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ അടുപ്പിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ടി പരുവത്തിനായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഇറക്കി വെക്കുന്നത്. ഈ ഒരു പരുവത്തിന് മാത്രം ഇറക്കി വെക്കാനായിട്ട് നോക്കണേ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴുക്കട്ട ഉണ്ടാക്കി ഇത് കണക്ക് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് മാത്രം ഇറക്കി വെക്കുക. ഇപ്പോൾ രാവിലെ നമ്മൾ ഇത് കണക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുവാണെങ്കിൽ വൈകുന്നേരം ആ ഒരു സമയമാകുമ്പോൾ, ഇപ്പോൾ കട്ടൻ ചായയൊക്കെ ഇട്ട് നമ്മൾ കുടിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഇത് കണക്ക് എടുത്ത് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ രാത്രിയിൽ കാപ്പിക്ക് വേണമെങ്കിൽ അങ്ങനെ ചോറിന് പകരമായിട്ട് എടുക്കാനും പറ്റും. ഇന്നലെ ആ ഒരു കുഴമ്പ് പരുവത്തിനാണ് ഇറക്കി വെച്ചിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ
അപ്പോൾ ആ വെള്ളം കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കാപ്പിക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ കൊഴുക്കട്ടയാണ് എടുത്തിരിക്കുന്ന. ഇത് കണക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയൊക്കെ ഉണ്ടെങ്കിൽ പാഴിക്കളയാതെ പിന്നെ ഇതേ കണക്ക് കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനും ഇലയപ്പം ഉണ്ടാക്കാനും അട ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും അത് കണക്ക് തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നോക്കുക. രാവിലെ ചായ ഇട്ടതിന് ശേഷം ഒരു കലം വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ തീ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.